السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഖുർആൻ്റെ ഏകദേശം പകുതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വളരെ വളരെ വലിയൊരു സന്തോഷമാണത്, ഒരു തൗഫീഖാണ്. ഇത് ഞാൻ തന്നെ ഒരാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. വലിയ തൗഫീഖാണത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് 14ാമത്തെ ജുസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ ഹിജ്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ റബ്ബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. അങ്ങനെ തുടർന്ന് പറയുന്ന ആയത്ത് ആദ്യമായി ചർച്ച ചെയ്യുന്നത് കാഫിരീങ്ങളായ ആൾക്കാർ, മുശ്രിക്കീങ്ങളായ ആൾക്കാർ അവരാഗ്രഹിക്കും, അവർ മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന് അവരാഗ്രഹിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും, നമ്മൾ മുസ്ലിം ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. പക്ഷേ നബി എന്ത് ചെയ്യുന്നുണ്ട്? അവരെ നിങ്ങൾ ഒഴിവാക്കുക നബിയെ. അവർ തിന്നുകയും കുടിക്കുകയും ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ജീവിതത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ അവർ ജീവിച്ച് അവരിങ്ങനെ നടക്കും. പക്ഷെ അവർ പിന്നീട് അവർ മനസ്സിലാക്കും. ഫസൗഫ യഅലമൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു വിഷയം പറയുന്നത് മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. ഒരു സമൂഹത്തിൻ്റെ അവരുടെ ആയുസ്, ഇപ്പം നമ്മുടെ മുസ്ലിം അല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്ത് അഥവാ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 65-70 ഇടയിലാണ് എന്നൊക്കെ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു അവറേജ് നമ്മുടെ ഒരു ആയുസ് അത്രയാണ് എന്നാണ്. അതിനൊക്കെ താഴെ വരും, മുകളിലേക്ക് വരും. പക്ഷേ 60 വസബഈൻ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് ഹദീസ് പറയുന്നുണ്ടല്ലോ. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളുടെ ആയുസ്, ഒരു ഉമ്മത്തിൻ്റെ ആയുസ് ഇത്രയാണ് അള്ളാഹു നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിനെ മുമ്പോ ശേഷമോ ആക്കാൻ ആർക്കും പറ്റുന്നില്ല. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടാക്കാനും പറ്റൂല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം 7ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വിഷയമുണ്ട്. 7ാമത്തെ ആയത്തിൽ 9ാമത്തെ ആയത്തിൽ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വളരെ പരിചിതമായ ഫെമിലിയർ ആയിട്ടുള്ളൊരു ആയത്താണ്. അള്ളാഹുവാണ് ഖുർആനെ ഇറക്കിയത്, നമ്മളാണ്. അള്ളാഹു പറയുകയാണ്, നമ്മളാണ് ഖുർആനെ ഇറക്കിയത്, നമ്മൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതിനെ സൂക്ഷിക്കാൻ. അതിന് അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യും. നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അതിൽ ഒരുപാട് കൂട്ടിക്കുറച്ചലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഖുർആനിൽ എങ്ങനെയാണോ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരണം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വഹീ മുഖേന കൊണ്ടുവരപ്പെട്ടത്, അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും ഈ ദിവസവും നമ്മൾ ഓതുന്നത് അന്ന് അറബികൾ ഓതിയ അതേ ഒരു ശൈലിയാണ്, അതേ ഒരു രീതിയാണ്, അതേ ഒരു ഖുർആനാണ്. അതാണ് അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്. ആരും അതിനെ മാറ്റം വരുത്താൻ ശ്രമിച്ചാലും അള്ളാഹു അതിലിടപെടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. അതാണ് വിഷയം. പിന്നെ അതിനുശേഷം ചില സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട, എന്താണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് ആകാശങ്ങളെ പറ്റിയും പിന്നെ ഭൂമിയെ പറ്റിയും കോസ്മോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയും അങ്ങനെയൊക്കെ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹാ ലിന്നാദിരീൻ. അതായത് നക്ഷത്രങ്ങളെ പറ്റിയും പിന്നെ ആകാശങ്ങളിലുള്ള ഗോളങ്ങളെ പറ്റിയും അതേപോലെ ഭൂമിയെ പറ്റിയും ഒക്കെ വിഷയം പറയുന്നുണ്ട്.
ഭൂമിയിൽ നിങ്ങൾക്ക് എന്താണ് ജീവിക്കാൻ പറ്റിയ ജീവിത രീതിയിലുള്ള അതിനാവശ്യമായ കാര്യങ്ങൾ അള്ളാഹു തരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിസ്ക്കുകളൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം അങ്ങനെ ചർച്ച ചെയ്തതിനു ശേഷം, അതായത് ആകാശങ്ങൾ, ഭൂമി, അങ്ങനെ വിഷയം ഒരു ചർച്ച ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ഘട്ടം ഇവിടെ പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ صَلْصَالٍ مِنْ حَمَإٍ مَسْنُونٍ وَالْجَانَّ خَلَقْنَاهُ مِنْ قَبْلُ مِنْ نَارِ السَّمُومِ. നമുക്കറിയാം അതിനുശേഷം അവിടെ പറയുന്ന ഒരു വിഷയം, ഈ ആയത്തിന് ശേഷം എന്താണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്. മലക്കുകൾ വിസമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നി ആലമ മാലാ തഅലമൂൻ. അങ്ങനെ അതിനുശേഷം ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്, ഇബ്ലീസ് സുജൂദ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. ആ വിഷയം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. പിന്നെ ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. മിന്നാരിസമവും തീയിൽ നിന്നാണ്. അപ്പോൾ ഇബ്ലീസിനോട് ചോദിക്കുന്ന അള്ളാഹു ചോദിക്കുന്ന, നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആദം നബിയെ നീ സുജൂദ് ചെയ്യാത്ത പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറയുന്നത്, ഞാനാണ് മികച്ചവൻ, അഥവാ എന്നെ നീ സൃഷ്ടിച്ചത് പിന്നെ തീയിൽ നിന്നാണല്ലോ. قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? അപ്പോൾ ആ വിഷയമാണ് അവിടെ അവർ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അള്ളാഹു പിന്നെ എന്താണ് ഈ പിന്നെ നരകത്തിന് 7 വാതിലുകളുണ്ട് എന്ന് പറയുന്ന ആയത്ത് പറയുന്നുണ്ട്. എന്താണ് وَإِنَّ جَهَنَّمَ لَمَوْعِدُهُمْ أَجْمَعِينَ لَهَا 7 أَبْوَابٍ لِكُلِّ بَابٍ مِّنْهُمْ جُزْءٌ مَّقْسُومٌ. 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു. പക്ഷേ 7 വാതിലുകൾ എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിക്കരുത്, അഥവാ നമ്മുടെ ഒരു മനസ്സിലാക്കലുകൾ അവിടെ മനസ്സിലാവൂല. അതായത് ഓരോ വാതിലുകൾക്കിടയിലും ഒരുപാട്, പിന്നെ അവിടെ പറഞ്ഞല്ലോ എന്താണ് ജുസ്ഉം മഖ്സൂം, വിശാലമായ വാതിലുകൾ, പിന്നെന്താണ് വാതിലുകൾക്കിടയിൽ സ്പേസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത, മനസ്സിലാക്കാത്ത ഒന്നാണ്. സ്വർഗത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ എത്രയോ വർഷങ്ങളോളം പിന്നെന്താണ് നീളമുള്ള വാതിലുകൾക്കിടയിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതിനുശേഷം അള്ളാഹു ഓരോ സ്ഥലത്തും അള്ളാഹുവിൻ്റെ തർഹീബുകൾ, അഥവാ നമ്മളെ പേടിപ്പെടുത്തുന്ന ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ, അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ ദേഷ്യത്തെപ്പറ്റി പറയുമ്പോൾ, നമ്മൾക്ക് ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അതിന് തുടർന്ന് തന്നെ അള്ളാഹുവിൻ്റെ കരുണയെപ്പറ്റിയും മഗ്ഫിറത്തിനെ പറ്റിയും റഹ്മത്തിനെ പറ്റിയും അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും അവിടെ പറയുന്നുണ്ട്. അള്ളാഹു ആദ്യം പറയുന്നുണ്ട് നബ്ബി ഇബാദി. ഇപ്പോൾ ആദ്യം നമ്മൾ മുകളിൽ നരകത്തെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ അള്ളാഹു പറയുന്നു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എൻ്റെ അടിമയോട് നബിയെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എൻ്റെ അടിമകളായ അവരോട് പറയണം, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ വലിയ പുറത്തു നൽകുന്ന റഹീമാണ്. നമ്മുടെ റഹീമിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ആദ്യ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത്, അതായത് നമ്മൾ എത്ര പാപം ചെയ്ത ആളാണെങ്കിൽ, നമുക്കൊക്കെ ചരിത്രം അറിയാം, ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ത് വലിയ പാപിയായ ഒരു മനുഷ്യന് അദ്ദേഹം ഒരു ദാഹിച്ച വലയുന്ന ഒരു പട്ടിക്ക്, ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയത് പകരം സ്വർഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൽ അള്ളാഹു നൽകിയ പ്രതിഫലം ഒരു സ്വർഗമാണ്. അപ്പോൾ നമ്മുടെ ആമാലുകൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ അത് ആത്മാർത്ഥതയോടുകൂടിയും സമർപ്പണ ബോധത്തോടു കൂടിയും അള്ളാഹുവിന് വേണ്ടിയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മഗ്ഫിറത്തിനെ തേടണം, നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ റഹ്മത്തിൻ്റെ 10 മഗ്ഫിറത്തിൻ്റെ 10 അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. നമ്മളത് അള്ളാഹുവിനോട് മഗ്ഫിറത്തും റഹ്മത്തും ചോദിക്കുവിൻ, നമ്മുടെ അള്ളാഹു നമുക്ക് തരും. ദുഊനി അസ്തജിബ് ലക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അതിനുശേഷം അള്ളാഹു പറയുന്നത് വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം,
എന്ന് വിചാരിച്ച് നമ്മൾക്ക് അള്ളാഹു പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ മാത്രമല്ല, പേടിയും വേണം. ബൈനൽ ഖൗഫി വർ റജ, മുഅ്മിനിൻ്റെ ഹൃദയം എന്നുള്ളത് ബൈനൽ ഖൗഫി വർ റജ, പേടിയും അയാൾക്ക് മുഅ്മിന് പ്രതീക്ഷയും പേടിയും രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ അദാബ് അത് വേദനാജനകമാണ്. അതിന് തുടർന്ന് ശേഷം ഇബ്രാഹിം നബിയുടെ പറ്റി ഒരു ചരിത്രം, ഒരുപാട് വിഷയം ഇബ്രാഹിം നബിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഇബ്രാഹിം നബിയെ പറ്റി വേറെ ഒരു വിഷയം പറയുന്നുണ്ട്. അതായത് ഇബ്രാഹിം നബിക്ക് അത്രയും പ്രായമായതിനു ശേഷം അള്ളാഹു ഒരു കുട്ടിയെ സമ്മാനിക്കുന്നൊരു വിഷയം പറയുന്നുണ്ട്. മാലാകന്മാർ വരികയും ഇബ്രാഹിം നബിയെ പിന്നെ സലാമൻ ഖാല ഇന്നാ മിൻകും വജിലൂൻ ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനി അൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. ഇത്രയും വയസ്സനായ, അല്ലെങ്കിൽ എനിക്ക് വാർദ്ധക്യം സംഭവിച്ചിട്ടുണ്ട്, എന്നെ വാർദ്ധക്യം സ്പർശിച്ചിട്ടുണ്ട്. ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര മനോഹരമാണ്. എന്നെ വാർദ്ധക്യം എന്നെ സ്പർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? അപ്പോൾ അവർ പറയുന്ന അള്ളാഹു നിങ്ങളെന്ത് എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷ വിടരുത്, അത് നമുക്കും പാഠമാണ്. നമ്മുടെ എത്ര കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട്, വർഷങ്ങളോളം കല്യാണം കഴിച്ച് അവർക്ക് പിന്നെ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന, വിഷമം പറയുന്ന, ദുഃഖം പറയുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കുട്ടി സമ്മാനിക്കട്ടെ. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. കുട്ടിയുള്ളവരെ അള്ളാഹു അവരെ സ്വാലിഹീങ്ങളിലും പിന്നെ മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക്, പിന്നെ നാട്ടുകാർക്ക് കൺകുളിർമയാകുന്ന മക്കൾ അള്ളാഹു പെടുത്തട്ടെ. ആമീൻ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മക്കളെ സമ്മാനിക്കുന്ന, പിന്നെ ഒരു കുട്ടിയെ സമ്മാനിക്കുന്ന വാർദ്ധക്യ സമയത്ത് പോലും എന്താണ് ഇബ്രാഹിം നബിക്കൊരു കുട്ടി അള്ളാഹു സമ്മാനിക്കുന്നുണ്ട്. അതിനുശേഷം ലൂത്ത് നബിയുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. അതായത് ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു വിഷയം. ലൂത്ത് നബിയുടെ സമയം നമുക്കറിയാം, ഹോമോസെക്ഷുവാലിറ്റി അഥവാ ലിവാത്ത് എന്ന് പറയുന്ന, നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ എന്താണ് അവർ അത്രയും വലിയൊരു തിന്മയെ, വലിയ തിന്മയാണത്. അപ്പോൾ അവരെ നശിപ്പിക്കാൻ അള്ളാഹു അയച്ച മാലാകന്മാരാണ് ഇവർ. ഈ അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറക് കൊണ്ട് ഒരു വീശുകയും അങ്ങനെ അവർ നിൽക്കുന്ന ഭൂമി നേരെ അടിമേലാവുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവിടെ ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഫജഅൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹിം ഹിജാറത്തുൻ മിൻ സിജ്ജീൽ. ഇത്ര മനോഹരമാണ്. ഫജഅൽന ആലിയഹ, നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അള്ളാഹു പറയാണ്, ആലിയഹ അവരുടെ ഭൂമിയുടെ മുകളിനെ, സാഫിലഹ അതിൻ്റെ അടിൽ ഭാഗത്താക്കി. എന്ന് വെച്ചാൽ നേരെ തല കീഴ്മേൽ എന്ന് നമ്മൾ പറയില്ലേ, മുകളിലുള്ളതിനെ താഴെയാക്കി. വഅംതർന അലൈഹിം ഹിജാറത്തുൻ മിൻ സിജ്ജീൽ എന്ന് മാത്രമല്ല, നമ്മൾ അവരിലേക്ക് പിന്നെ ഒരുപാട് ചില കല്ലുകൾ നമ്മൾ വർഷിക്കുകയും ചെയ്തു, അവർക്ക് ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ആ വിഷയം അവിടെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ അവസാനത്തെ 2 ആയത്ത്, ഇപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നബിത്തങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട്, അന്നക യലീഖു സുദ്റുക ബിമാ യഖൂലൂൻ. ജനങ്ങളൊക്കെ നിങ്ങൾ മജ്നൂനാണ്, നിങ്ങൾ പിരാന്തനാണ്, സാഹിറാണ് എന്നൊക്കെ പറയുമ്പോൾ നബിതങ്ങൾക്ക് വളരെ പ്രയാസമാണ് ഹൃദയങ്ങളിൽ. നമ്മൾക്കൊക്കെ ഉണ്ടാവും, നമ്മൾ ആരോപിക്കപ്പെടുമ്പോൾ, വെറുതെ ആരോപിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ, നിസ്സാരനാക്കപ്പെടുമ്പോൾ നമ്മൾക്ക് വിഷമമുണ്ടാവും. അള്ളാഹു പറയുന്നുണ്ട്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നമ്മൾ തസ്ബീഹ് പറയണം, സുജൂദ് അധികരിപ്പിക്കുക, നമ്മൾക്ക് സമാശ്വാസമുണ്ടാകും. അള്ളാഹു നമുക്ക് സമാശ്വാസവും പിന്നെ സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. അടുത്തത് സൂറത്തുൻ നഹ്ൽ. നമ്മൾ നഹ്ൽ എന്ന് വെച്ചാൽ നമുക്കറിയാം തേനീച്ച എന്നാണ് അർത്ഥം, ഹണിബി എന്നാണ് അർത്ഥം. അതിൽ പിന്നെ ഒരുപാട് വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഷയം നമുക്കൊക്കെ പറയാം. നമുക്ക് നഹ്ലിൻ്റെ ജീവിതം അഥവാ ഒരു തേനീച്ചയുടെ ജീവിതം മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം പോലെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും വിശുദ്ധിയായ അതായത് ഒരു അശുദ്ധിയായ, ഒരു ശുദ്ധിയല്ലാത്ത ഒന്നിനും ഒരിക്കലും അവന് ആഗ്രഹിക്കൂല, അല്ലെങ്കിൽ അതിലേക്ക് അടുക്കൂല. അതുപോലെ തന്നെ ഹണിബി അല്ലെങ്കിൽ ഈ തേനീച്ച എങ്ങനെയാണ് അവർ
ഉള്ളതിനെയാണ് അവർ കൊണ്ടുപോവുകയും അതിനെ നെക്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സയൻറ്റിഫിക്കലി ആയിട്ടുള്ളൊരു വിഷയമാണ് പറയുന്നത്. ഏതായാലും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹുവിടെ പറയുന്നുണ്ട്. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. ആദ്യം ഒരു 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നതാണ്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് നുത്ഫത്തിൽ നിന്നാണ്. നുത്ഫത്തിന് നമ്മളിപ്പോൾ എങ്ങനെയാണ് അർത്ഥം പറയാൻ എനിക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മൾ മനി എന്ന് പറയുന്ന അല്ലെങ്കിൽ നുത്ഫത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷേ അതായത് നിസ്സാരമായ തുള്ളികളിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചു. അത്രയും മാന്യമായ രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ, വ്യക്തമായവൻ തർക്കിക്കുന്നവനാണ്. ആവശ്യമില്ലാതെ എഴുതിവിടുകയും പഠിക്കാതെ വിഷയങ്ങൾ പറയുകയും ജനങ്ങളോട് വെറുതെ തർക്കിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിനെ പറ്റി അവന് മനസ്സിലാക്കുന്നില്ല. അവനെ സൃഷ്ടിച്ചത് ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളിയിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. അവൻ അത്രയും നിസ്സാരനാണ്. പക്ഷെ അവൻ തർക്കിക്കുന്ന വിഷയങ്ങളോ സ്രഷ്ടാവിനെ എതിർക്കുന്ന വലിയ വലിയ വിഷയങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്, അവർ തർക്കിക്കുന്നത്. അതിനുശേഷം അള്ളാഹു നമ്മൾക്ക് അൻആമുകളെ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ മൃഗങ്ങളെ അള്ളാഹു നമുക്ക് കീഴടക്കി നമ്മൾക്ക് അതിനെ അള്ളാഹു നമുക്ക് കീഴടക്കി തന്നതിന് അള്ളാഹു പറയുന്നുണ്ട്, വൽഅൻആമ ഖലഖഹ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. അത് നമുക്ക് ഉപകാരപ്പെടാൻ, നമ്മൾക്ക് യാത്ര, നമ്മൾക്ക് കഴിക്കാനും അതൊക്കെ നമുക്ക് വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. അതൊക്കെ പറഞ്ഞ് നീണ്ട വിഷയമാണത്. നമ്മൾക്ക് അള്ളാഹു മൃഗങ്ങളെ സൃഷ്ടിച്ചു തന്നു, നമുക്കത് സൗന്ദര്യത്തിനും നമുക്ക് പിന്നെ നമ്മളത് കഴിക്കാനും മറ്റുമൊക്കെ, നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ചുമക്കാനും ഒക്കെ. അതൊക്കെ ആ വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ കൃഷി, നമ്മൾക്ക് സൈത്തൂൻ, നഖീൽ, അഅ്നാബ്, ഇങ്ങനെ ഒരുപാട് കൃഷികളെയും ഫലങ്ങളെയും ഫ്രൂട്ടുകളെയും മറ്റുമൊക്കെ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹമാണ്. അതിനുശേഷം വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽഖമറ വന്നുജൂമ മുസഖറാത്തും ബിഅംരിഹി. നമ്മൾക്ക് അള്ളാഹു രാത്രിയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് കീഴടക്കി തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ചന്ദ്രലോകത്തേക്ക് നമ്മൾക്കൊക്കെ ആക്സസിബിളാണ് എന്ന് വെച്ചാൽ നമുക്കതിന് പഠിക്കാനും മറ്റുമൊക്കെ പറ്റുന്നുണ്ട്. അത് നമുക്ക് അള്ളാഹു കീഴടക്കി തന്നതാണ്. എന്ന് മാത്രമല്ല എന്താ പറയുക, അള്ളാഹു നമുക്ക് വസഖറ വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യൻ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ ഫീഹി. അങ്ങനെ തുടർന്നിട്ടുള്ള ആയത്ത്. ചുരുക്കിയാണ് അള്ളാഹു നമ്മൾക്ക് കടലിനെ നമുക്ക് കീഴടക്കി തന്നു. എത്ര മനോഹരമാണ് അള്ളാഹു പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലോ. മുഅ്മിനീങ്ങളാവാൻ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഈ സയൻസ് പഠിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കണം എന്നാണ്. കാരണം നമ്മൾക്ക് ഖുർആന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഈ കടലിലുള്ള എങ്ങനെയാണ് അതിൻ്റെ ഒന്നുമില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ആകാശവുമായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട്, കടലുമായി ബന്ധപ്പെട്ട്, പിന്നെ ഈ പർവ്വതങ്ങളെ പറ്റിയിട്ട്, മഞ്ഞ് പർവ്വതങ്ങളെ പറ്റിയിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്, പിന്നെ എല്ലിനോ ലാലിനോ, പിന്നെന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മഴ, പിന്നെന്താണ് ഈ കടലിലൂടെ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ മറ്റുമൊക്കെ ഒരു ബേസിക്കായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് കടലിനെ നമ്മൾക്ക് അള്ളാഹു കീഴടക്കി തന്നു. അതിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ലഹ്മകൾ, മത്സ്യങ്ങൾ, എത്ര മനോഹരമാണ് അത് കേൾക്കുമ്പോൾ. ലഹ്മൻ ത്വരിയ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലേക്ക് നല്ല മീനുകൾ, മത്സ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് അറബി ഭാഷയുടെ ഖുർആനിൻ്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വർണ്ണങ്ങളും മുത്തുകളുമൊക്കെ അള്ളാഹു നമ്മൾക്ക് കീഴടക്കി തരുന്നുണ്ട്. ഇതൊക്കെയാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത്. വലിയ വലിയ അനുഗ്രഹങ്ങൾ. അതേപോലെ പിന്നെന്താണ്, ഒരുപാട് പിന്നെ നക്ഷത്രങ്ങൾ നമ്മൾക്ക് ഈ കടലിൽ പോകുന്ന ആൾക്കാർക്ക് പണ്ടത്തെ വിഷയങ്ങളാണ്. ഈ നുജൂമുകൾ നമ്മൾക്ക് ഇന്നൊക്കെ സ്ട്രീറ്റ് ഹൗസുകൾ, ലൈറ്റ് ഹൗസുകളൊക്കെ ഉണ്ട്.
എന്നാലും നജ്മുകൾ നമുക്ക് അലാമാത്തുകളായി, അടയാളങ്ങളായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ വഴി കാണിച്ചു കൊടുക്കുന്ന അവരുടെ നക്ഷത്രങ്ങളൊക്കെ, അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കീഴടക്കി തന്നു. أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മൾ രാവിലെ അതൊരു ഒരു പ്രോത്സാഹനമായ ഒരു വിഷയമാണ്. ഒരു മണിക്കൂർ നമ്മൾ ചിന്തിച്ച് പഠിക്കുക എന്നുള്ളത് അത് വലിയ ഇബാദത്താണ്. വർഷങ്ങളോളം നമ്മൾ ഇബാദത്ത് ചെയ്തതിനേക്കാൾ ഒരുപാട് ഇബാദത്ത് ചെയ്തതിനേക്കാൾ കുറച്ച് നേരം നമ്മൾ ഇരുന്ന് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത്, എന്താ പറയുക, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. നമ്മുടെ സ്വന്തം നഫ്സിനെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ റബ്ബിനെ അള്ളാഹു നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അറിയാൻ പറ്റും. കീമിയ ഉസ്സാദ എന്ന് പറയുന്ന എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അസാലി ഇമാമിൻ്റെ ബുക്ക് ഒരു കിതാബുണ്ട്. അപ്പോൾ അത് അപ്പോൾ അത് അറബി ആക്സസിബിളായ അല്ലെങ്കിൽ അറബി വായിക്കാൻ പറ്റുന്ന മുത്തല്ലിമീങ്ങൾ, അറബി അറിയുന്ന ആൾക്കാർ അവരത് വായിക്കുക. വലിയ സ്വാധീനം, നമുക്ക് ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊരു പുസ്തകമാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനും മറ്റും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് സാധിക്കില്ല. അത്രയും അനുഗ്രഹങ്ങളാണ്. എന്നിട്ടും മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് നിസ്സാരമായിട്ടാണ്. വളരെ വളരെ തുള്ളികൾ കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷെ അവൻ ഹസീമും മുബീൻ, തർക്കിക്കുന്നവനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല. ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നെ ഈ സൂറ എന്തിനാണ് നഹ്ൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നഹ്ൽ എന്ന് വെച്ചാൽ തേനീച്ചെന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇവിടെ പറയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ശരിക്കും നമ്മൾ പഠിക്കണം ആ വിഷയം. ഈ തേനീച്ച എന്താണ്? അത് ഒരു ആർമി പോലെയാണ്. നമ്മൾ അതിനെ ഒരു ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേനീച്ച എന്നുള്ളത് അവിടെ 68-ാമത്തെ ആയത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. ഒരു ചെക്ക് ചെയ്യട്ടെ. 67 മുതൽ 68 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂത വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ സുമ്മ കുലീ മിൻ കുല്ലി الثمرات ഫസ്ലുകി സുബ്ല റബ്ബിക ദുലുല يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. അങ്ങനെ ഇവിടെ കണ്ടോ ഏത് രോഗത്തിനും നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, ഒരു സംഭവമാണ് തേന്. അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ. വ്യത്യസ്ത നിറങ്ങളായിരിക്കും തേനുകൾ. പിന്നെ വൈറ്റ് തേനുകളുണ്ടാവും, ബ്ലാക്ക് തേനുകളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഖുർആൻ പറയുകയാണത്. ഷറാബും മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തമായ ലൗനുകളുണ്ടാവും, കളേഴ്സുകളുണ്ടാവും. അതിൽ ജനങ്ങൾക്ക്, ലോകർക്കതിൽ ഷിഫാ ഉണ്ട്. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഷിഫാ നൽകുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് നമുക്ക്. ഇപ്പം തേനിൽ നമുക്ക് അല്ലെങ്കിൽ തേനീച്ചയുടെ അവരുടെ കൂട്ടത്തിൽ ഒരു രാജ്ഞി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റാണി ഉണ്ടാവും, ഒരു ലീഡർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അതിൽ താഴെ പിന്നെ ഗാർഡിയൻസ് ഉണ്ടാവും, ഒരു സോൾജേഴ്സ് ഉണ്ടാവും. പിന്നെ അവർ നിർമ്മിക്കുന്ന ഈ ഹൈവ് നിർമ്മിക്കുന്ന, തേനീച്ച കൂടി നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് ഉണ്ടാവും. പിന്നെ പുറത്തു പോയി തേന് കൊണ്ടുവരുന്ന പുഷ്പങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ അങ്ങനെ വ്യത്യസ്ത അവരുടെ വർക്കുകൾ, അവരുടെ ജോലികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഓരോരോ വിഭാഗത്തിന് ഇത്ര ആൾക്കാർക്ക് ഇത്ര ജോലി, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൂട്ടമാണ്, ഒരു ഉമ്മത്താണ് ഈ തേനീച്ചയുടെ ഉമ്മത്ത്, തേനീച്ചയുടെ ഒരു കൂട്ടം. നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു തേനീച്ച ഒരു മോശമായ
നെക്റ്റേഴ്സ് അല്ലെങ്കിൽ മോശമായ ഒരു പിന്നെ ഫലം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന ആൾ ശിക്ഷിക്കപ്പെടും എന്നാണ്. എന്നുവെച്ചാൽ ശിക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ ആ ലീഡർ അവരെ ശിക്ഷിക്കും. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഞാൻ ചുരുക്കമാണ്, ആ വിഷയം ഞാൻ ഒഴിവാക്കുകയാണ്, ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. ഏതായാലും അത്രയും വിഷയങ്ങളാണ് എന്ന് പറയാനുള്ളത്. പിന്നെ 90-ാമത്തെ ആയത്ത് 90 ആയ നമ്പർ 90 90-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതിയോടെ നീതിയിൽ പെരുമാറാൻ, നീതിയോട് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. എങ്ങനെ നീതി? ആരോട്? എല്ലാവരോടും, നമ്മുടെ ഭാര്യയോട്, മക്കളോട്, അത് എല്ലാവരിടത്തും അവരുടേതായ ഒരു നീതിയുണ്ട്. അവരുടെ ഒരു സ്പിയറിൽ, അവരുടെ ഏരിയയിൽ എന്തുണ്ട്? നീതിയുണ്ട്. അത് പാലിക്കണം. ഇഹ്സാൻ, നമ്മുടെ ചെയ്യുന്ന അമാലുകൾ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ഇഹ്സാനായി, പെർഫെക്റ്റായി. പിന്നെ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മൾ നൽകണം. അതാണ് വിഷയം. നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ നമ്മുടെ കുടുംബക്കാർക്കായി 2 കൂലി കിട്ടുകയും ചെയ്യും. ബന്ധം പുലർത്തിയ ആൾക്ക് കൊടുത്ത പോലെ ഉണ്ടാവും, പിന്നെ അതേപോലെ കുടുംബക്കാർക്ക് കൊടുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരു അവസാനത്തെ ഒരു ആയ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, 125-ാമത്തെ ആയത്ത്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഒരാൾക്ക് ദഅവത്ത് എന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കണേ. മുസ്ലിമീങ്ങളെ നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഹിക്മത്തിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഹിക്മത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗത്തിലൂടെ എന്ന് മാത്രമല്ല, നമ്മൾ ഒരാളുടെ സ്വഭാവം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരാൾ ഒരു മൊയ്ലാർ അല്ലെങ്കിൽ ഒരു ആലിമായ ഒരു മനുഷ്യൻ, അവന് മാത്രമാണ് ദഅവത്തിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെയല്ലല്ലോ. നമ്മുടെ മുസ്ലിമായ ഒരാൾ, അയാളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അയാളൊരു ടീച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ അയാളൊരു വേറെ എന്തെങ്കിലും എന്തോ ആവട്ടെ, കാർപ്പൻ്ററോ ആശാരിയോ എന്തോ ആവട്ടെ, അവൻ്റെ മേഖല ഉണ്ടാവല്ലോ, അവിടേക്ക് ബന്ധപ്പെടുന്ന ആൾക്കാർ, അവിടെ ദീനുൽ ഇസ്ലാം ഇവനിൽ പ്രത്യക്ഷമാവണം. അവിടെ ഹിക്മത്ത് പ്രകടനം ഉണ്ടാവും. അതായത് ഇവൻ നല്ല രീതിയിൽ സ്വഭാവം പെരുമാറുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ദഅവത്താണ്. അതാണ് അവിടെ. പിന്നെ അതേപോലെ നല്ല രീതിയിൽ നമ്മുടെ സംസാരം നമ്മൾ വരണം. അങ്ങനെ ആകുമ്പോൾ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കും. നമ്മൾ ഒരുപാട് പിന്നെ ഈ അടുത്തായി ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരു ദിവസം ക്ലാസ്സുമൊക്കെ എടുക്കാൻ നമ്മൾ ക്ലാസ് എടുത്തില്ലല്ലോ, നമ്മൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് വന്ന ഒരാളെ അവരുമായി വിഷയം സംസാരിക്കാനും അവരെ അനുഭവങ്ങളൊക്കെ അറിയാനും ഒക്കെ അവരെ നമ്മൾ പോയിരുന്നു. അപ്പോൾ അള്ളാഹു അമാലുകളൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ. ഏതായാലും അപ്പോൾ അത് പോയപ്പോൾ അവർ പറഞ്ഞത് ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ഇസ്ലാം എങ്ങനെയാണ് അയാൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഒരാൾ അയാളോട് വെറുതെ ചോദിച്ചതോലും, ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾ മരണപ്പെട്ടാൽ അള്ളാഹു നിസ്കരിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നിസ്കരിക്കാത്തവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചതാണ്. അയാൾ ആ ചോദ്യത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി പിന്നെ അയാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിലേക്ക് അത്ഭുതമായി പറയട്ടെ, ഇസ്ലാമിലേക്ക് വരികയും 11-13ഓളം ആൾക്കാരെ അയാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത്രയും വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളായി ജനിച്ച് എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം. അതാണ് മെയിൻ വിഷയം. നമ്മുടെ സ്വഭാവം പെർഫെക്റ്റ് ആണെങ്കിൽ, വളരെ മനോഹരമാണെങ്കിൽ, പരിശുദ്ധ ഇസ്ലാം പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച സുന്നത്തുകൾ അത് തന്നെ നമ്മൾ പിൻപറ്റിയ അതേ നമ്മൾക്ക് കാഫി എന്ന് വെച്ചാൽ മതിയാണ്, ധാരാളമാണ്. എന്ന് വെച്ചാൽ എല്ലാം അതിൽ നമ്മുടെ ജീവിതം, നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ സുന്നത്ത് നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ
നമ്മൾക്കത് മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ പറയുക, നമുക്ക് ജീവിതം കൈവരിക്കാൻ പറ്റും. നമുക്ക് ദഅവത്തിൻ്റെ മാർഗ്ഗം അതിലൂടെ നമുക്ക് നേടാൻ പറ്റും. ഇനി അവസാനമായി ഒരു ആയത്ത് കൂടി ഞാൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതായത് 43-ാമത്തെ ആയത്ത്. അതായത് നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങൾ നിങ്ങൾ ആരോട് ചോദിക്കണം? അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ, നമുക്ക് പഠിക്കാൻ സൗകര്യമില്ല, പഠിക്കാൻ അവസരങ്ങളില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാകുന്നുള്ളത് ഒരു കാരണമല്ല. അള്ളാഹു നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന്. അപ്പോൾ നമ്മളോട് അവസരങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഇവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട പ്രൊമോട്ട് ചെയ്യാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഖുർആൻ പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ, ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവസരങ്ങളുണ്ടല്ലോ, ഓപ്ഷൻസുകളുണ്ടല്ലോ. ഇവരും ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങൾ, അത് പ്രായപരിധിയില്ലാതെ തന്നെ എന്താ പറയുക, അവർക്ക് ദൈനംദിനം ചെല്ലേണ്ട ദിക്റുകൾ, ദുആകൾ, ഹദ്ദാദുകൾ, പിന്നെ പ്രധാനപ്പെട്ട ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഓരോരോ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ തന്നെയും നമ്മൾ യൂട്യൂബിലൂടെ നോക്കിയിട്ടോ അങ്ങനെ ഈ സംവിധാനങ്ങൾ ഒരുപാടാണ്. അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടാത്ത ഒരു സാഹചര്യമാണ്. ഇത്രയും വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളോട് ചോദിക്കപ്പെടും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അമീൻ. അള്ളാഹുവെ പടച്ചവനെ, നിങ്ങൾക്കൊക്കെ അറിയാൻ, ന്യൂസ് വായിക്കുന്നവരൊക്കെ ആയിരിക്കും, നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ വളരെ പ്രയാസത്തിലാണ്. ഗസയിൽ പലസ്തീൻസ് പറയുന്ന നമ്മുടെ സഹോദരന്മാർ അവർ വളരെ പ്രയാസത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകട്ടെ. അവർക്ക് അള്ളാഹു വിജയവും ഈമാനും ഇസ്തിഖാമത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.